നമസ്കാരം സുഹൃത്തുക്കളെ. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കേഡർ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല അവരുടെ പാർട്ടിയിലെ ഒന്നാമത്തെ വ്യക്തി. അത് അവരുടെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. അവസാന വാക്ക് എന്നതും ജനറൽ സെക്രട്ടറിയുടെയാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിനെ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന ലാഘവത്തോടെ ഡൽഹി പോലീസ് തൂക്കിയെടുത്ത് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ പിണറായി വിജയൻ്റെ വസതിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വസതിയിലും കരിമിനൽ കർത്തയുടെ വസതിയിലും എക്സാലോജിക്കിൻ്റെ ഓഫീസിലും മറ്റുമൊക്കെ ഒരേ സമയം തന്നെ ED റെയ്ഡ് നടത്തുകയുണ്ടായി. അതിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിച്ചതാണ്. അതാണ് വ്യത്യാസം. ഈ ശരീരഭാഷ നോക്കിയാൽ തന്നെ അറിയാം. ഈ പച്ചപ്പാവം പോലെ ഇപ്പോൾ നടിക്കുന്ന MA ബേബി കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ. ഡൽഹിയിൽ അറിയാതെ പോലും തൻ്റെ കൈ അവർക്ക് നേരെ ഒന്ന് ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ തന്നെ കൈ ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അറിയാതെ പോലും പൊക്കിയ പണിയാണ്. ഡൽഹി പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പോലീസാണ്. ഒരു മയവും കാണില്ല. പക്ഷേ ഇതേ MA ബേബി കേരളത്തിലാണെങ്കിൽ ഈ ശരീരഭാഷ ആയിരിക്കില്ല. അത് നമ്മൾ കുറേ മണിക്കൂറുകൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞല്ലോ. ഈ മണ്ടന്മാരായിട്ടുള്ള അന്തം അണികൾ ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുന്നു. തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന് കേരള പോലീസിന് ഉറപ്പായി. അവർ പോയി പഞ്ചപുച്ഛമടക്കി പാളയത്തുള്ള ഏരിയ സെക്രട്ടറി, അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുകയാണ്. ഒടുവിൽ അവർ തന്നെ ഇറങ്ങി വന്ന് കീഴടങ്ങി എന്നുള്ള വാർത്തയൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർ പിടിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത് 2026 വർഷം. ഇവരുടെയൊക്കെ ചിത്രങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവശം എത്തിക്കഴിഞ്ഞു. കാരണം എത്രയോ മാധ്യമങ്ങളാണ് ഇതെല്ലാം ഒപ്പിയെടുത്തത്. അതിനാൽ ഇവർക്ക് ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും പിടിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ കമ്മികളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഭീരുക്കളാണിവർ. അവർ ഈ കേരളം പോലുള്ള ഇട്ടാവട്ടത്തിൽ കിടന്നുള്ള തായങ്കളി മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടി എന്ന് എഴുതി കാണിച്ചാൽ പോലും ഓടുന്ന ടീമാണ് എന്ന് ഇപ്പോൾ MA ബേബിയുടെ ഈ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്മികളെ ഈ കേരളത്തിൽ തന്നെ ഏതെങ്കിലും സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുമോ അതോ വിമാനം പിടിച്ച് ഡൽഹിയിൽ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെയുള്ള പോലീസുകാരോട് ഭീഷണിപ്പെടുത്തുന്ന പോലെ നിൻ്റെ വീടറിയാം, നിൻ്റെ മക്കൾ പഠിക്കുന്ന സ്ഥലം അറിയാം, നിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി അവസാനം അറ്റക്കൈയായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ ഇവർ ഈ വലിയ അഭ്യാസം കാണിക്കുന്നത്. പക്ഷേ ഡൽഹിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കുന്ന ആളായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കാം. പിന്നീട് ഒരിക്കൽ പോലും ഇവനെ കാണണമെന്ന് പോലുമില്ല. അവരെ എന്ത് പറഞ്ഞാണ് ഇവനൊക്കെ ഭീഷണിപ്പെടുത്താൻ പോകുന്നത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി അവർ രാവെളുക്കോളം മേയും എന്ന കാര്യം ഉറപ്പാണ്. ഈ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്, അതായത് പിണറായി വിജയൻ്റെ മകളാണ് ഇവിടെ കുറ്റാരോപിത, അല്ലാതെ പിണറായി വിജയനെ അല്ല ഇവിടുത്തെ കേസിലെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകളാണ്. നമ്മുടെ അറിവിൽ അവർ CPMൻ്റെ ഒരു മെമ്പർ പോലുമല്ല. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇത്രയും പോക്രത്തരം കാണിച്ചു വെച്ചത് എന്ന് ഓർക്കുക. അതും കേന്ദ്ര ഏജൻസിയായ ED ഉദ്യോഗസ്ഥർക്കെതിരെ. ഇവൻ്റെയൊക്കെ വിധി കണ്ടു തന്നെ അറിയാം. നിനക്കൊക്കെ വല്ല ബോധവുമുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ഒന്നാം നമ്പർ വ്യക്തിയായിട്ടുള്ള സഖാവായിട്ടുള്ള MA ബേബി ഡൽഹി പോലീസിൻ്റെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് കണ്ണു തുറന്ന് കാണുക. അയാൾക്ക് പോലും അതാണ് അവസ്ഥയെങ്കിൽ നിൻ്റെയൊക്കെ കാര്യം കണ്ടു തന്നെ അറിയണം.